ദൃശ്യം കണ്ടിരിക്കുക. നല്ല വിക്കി കൗശൽ എല്ലാ സീനിലും എവരി സീൻ വിക്കി കൗശൽ സൂപ്പറും വിഷയമാണ്. വിക്കി കൗശൽ തകർത്തിട്ടുണ്ട്. നല്ല ഹിറ്റ്. ശരിക്കും എങ്ങനെയുണ്ട്? ശരിക്കും നമ്മൾ ആ ട്രെയിലർ കാണുമ്പോൾ ഭയങ്കര നല്ല പടമാണ്. വിക്കി കൗശൽ എല്ലാ സീനിലും ഒരു സിനിമയിലും കൊള്ളത്തില്ല. വിക്കി കൗശൽ എല്ലാത്തിലും ഫെയർ ആയിട്ടുണ്ട്. അത്ര ഇല്ല, പക്ഷെ എന്നാലും ആക്ടിങ് ഓക്കെയാണ് ഇപ്രാവശ്യം. അത്ര ഓവറല്ലോ. നൈസ് പടമാണ്. എങ്ങനെയുണ്ട് മൂവി? നൈസായിരുന്നു. ശരിക്കും ആ ട്രെയിലർ കാണുമ്പോൾ ഭയങ്കരമായിട്ടൊരു ട്രെയിലർ കണ്ടപ്പോൾ നമ്മൾ അത്രയും ഹൈപ്പ് ഇല്ലെങ്കിലും പടം കാണുമ്പോൾ പക്ക ഹൈപ്പ്. അത് കാണിക്കുന്ന ട്രെയിലറിൻ്റെ ഹൈപ്പുണ്ട്. ഫസ്റ്റ് സീനൊക്കെ നൈസായിരുന്നു. കണ്ടിട്ട് അത്യാവശ്യം കൊള്ളാം. ഫൈറ്റ് കൊള്ളാം. നൈസ് ഫൈറ്റാണ്. ലാസ്റ്റ് ഇച്ചിരി ഇതായിപ്പോയി, എന്നാലും കൊള്ളാം. അത്യാവശ്യം നല്ല ഫൈറ്റാണ്. വിക്കി കൗശൽ ആക്ടിങ് നല്ല അടിപൊളി പടമാണ്. തെറ്റാണ് പടം. ശരിക്കും ഒരു ഭയങ്കരമായിട്ടുള്ള ട്രെയിലർ കാണുമ്പോൾ ഭയങ്കര ഇതല്ല ആവേശം. അതെ, ലാസ്റ്റ് അരമണിക്കൂർ പടം നമ്മളെ ഇരുത്തി കളയും. അടിപൊളി പടമാണ്. പക്ക ആ ടോർച്ചറൊക്കെ അനുഭവിച്ച് അതേപോലെ കാണിക്കുന്നുണ്ട്. കണ്ണ് നിറയോ? പിന്നെ തീർച്ചയായിട്ടും തെലുങ്കന്മാരും തമിഴന്മാരും എടുക്കുന്ന പോലെ മാസ് പറ്റത്തില്ല, പക്ഷേ കറക്റ്റ് മീറ്റർ പിടിച്ചെടുത്തിട്ടുണ്ട്. അവസാനം അരമണിക്കൂറാണ് പടം എത്തുന്നത്. ഓവറോൾ പടം കൊള്ളാം. ആദ്യത്തെ ഒരു കുറച്ച് നേരം ഒരു പകുതി രീതിയെ വരത്തുള്ളൂ. പിന്നെ അവസാനം ഒരു അരമണിക്കൂറുണ്ട്. അതാണ് പടത്തിൽ എല്ലാവർക്കും വേണ്ടതെല്ലാം കാണാൻ വേണ്ട സംഭവം. വിക്കി ആണെങ്കിലും മന്ദാന ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഇനി അവർ 5 വർഷം കഴിയാൻ നേരിട്ട് വിക്കി കൗശാലും രൺബീർ കപൂറും ആയിരിക്കും നിൽക്കുന്ന. ബോളിവുഡ് ഭരിക്കാൻ പോകുന്ന നടന്മായിരിക്കും. ബോളിവുഡിൽ നിൽക്കാമെന്ന് തോന്നുന്നു. അത്രയും പെർഫോമൻസ് ഉണ്ട്. അവർ രണ്ടിൻ്റെ ആണെങ്കിലും എല്ലാം ആയിരിക്കും. അവിടെയൊക്കെ നല്ല രീതിയാവും. രേഷ്മിക്ക് എങ്ങനെ വെറുപ്പിച്ചോ? വെച്ചാൽ ഇല്ല, അങ്ങനെ കുറച്ച് അങ്ങനെ ഉള്ളൂ. വെറുപ്പിക്കാനായിട്ടൊന്നും ഇല്ല, എന്നാലും ക്യാരക്ടർ പിടിച്ച് ചെയ്തിട്ടുണ്ട്. സിനിമ ഇത് ഈ സിനിമയുടെ കഥയെന്ന് പറയുമ്പോഴത്തേക്കും ഛത്രപതി ശിവാജി, അദ്ദേഹത്തിൻ്റെ മകനായ സംഭാജി, ശിവാജിയുടെ മരണത്തിന് ശേഷം ഇദ്ദേഹം എങ്ങനെയാണ് ടേക്ക് ഓവർ ചെയ്യുന്നത്, ഇദ്ദേഹത്തിൻ്റെ ലൈഫിലൂടെയാണ് സിനിമയുടെ കഥ മൊത്തം പോകുന്നത്. സിനിമ തുടങ്ങുന്നത് നമ്മുടെ അജയ് ദേവ്ഗണിൻ്റെ ഒരു വോയിസ് ഓവറിലൂടെയാണ്. എങ്ങനെയാണ് അന്നത്തെ കാലത്ത് ആ ഒരു നൂറ്റാണ്ടിലെ കാര്യങ്ങളും ഇതൊക്കെ കുറച്ച് പറഞ്ഞു പോകുന്നുണ്ട്. പിന്നെ അതിനുശേഷം എങ്ങനെയാണ് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എങ്ങനെയാണ് സ്വന്തം കുടുംബത്തിൽ നിന്നുള്ള ചതിപ്രയോഗത്തിലൂടെ എങ്ങനെയൊക്കെയാണ് ഇദ്ദേഹത്തിന് നേരിടേണ്ടി വരുന്നത്. ഇങ്ങനെ പുള്ളിയുടെ ഒരു ലൈഫിൽ കൂടെ കടന്നു പോകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ സിനിമ എനിക്കൊരു വിഷ്വൽ എക്സ്ട്രാവഗൻസ് എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരിടത്ത് പോലും ഫീൽ ചെയ്തില്ല. ഇത് നമ്മൾ സാധാരണ നെറ്റ്ഫ്ലിക്സിലൊരു ഡോക്യുമെൻ്ററി അല്ലെങ്കിൽ ഒരു പഴയ ഡോക്യുമെൻ്ററി അല്ലെങ്കിൽ നമ്മൾ ഒരു കുറച്ച് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ കാണുന്ന സീരിയലിൽ അങ്ങനത്തെ ഒരു ഫീല് മാത്രമേ എനിക്ക് സിനിമയിൽ ഉടനീളം കഴിഞ്ഞുള്ളൂ. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ആക്ഷൻ കൊറിയോഗ്രാഫി അറിയാലോ, ഇങ്ങനത്തെ സിനിമകളാകുമ്പോഴത്തേക്കും ആളും പരിചയമുള്ള ഇങ്ങനത്തെയുള്ള അറ്റാക്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് സിനിമയിൽ ഉടനീളം കാണിക്കുന്നത്. പക്ഷേ അതിലെന്തെങ്കിലും ഒരു വ്യത്യസ്തത വന്നു എന്ന് എനിക്ക് തോന്നിയില്ല. നമ്മൾ സിനിമ കാണുന്നത് ഇത് തന്നെയാണ്. അപ്പോൾ ഒരു വല്ലാത്ത ഒരേ ട്രാക്കിൽ തന്നെയാണ് പോകുന്നത്. സിനിമയിൽ ഒരിടത്തും ഒരു ഹൈ മൊമെൻറ്റ്സ് കിട്ടിയതായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നിയില്ല. പ്രത്യേകിച്ച് അവരുടെ ആക്ഷൻ സീക്വൻസ്, അതായത് അവർ മുഗൾസ് അറ്റാക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇവരെങ്ങനെയാണ് ഓരോരോ, ഇപ്പോൾ നമ്മൾ ഗറില്ല മോഡലിൽ നമ്മൾ അറ്റാക്ക് ചെയ്യും അല്ലെങ്കിൽ വേറെ മോഡൽ, അങ്ങനെ 3-4 ടൈപ്പുകൾ ഇത് കാണിക്കുന്നുണ്ട്. പക്ഷേ അതിനൊന്നും ഒരു അതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു ഗൂസ് ബോംസ് കിട്ടേണ്ട ഒരു സാധനമാണ്. അതൊന്നും വന്നില്ല. പിന്നെ സെക്കൻഡ് ഹാഫിൽ സിനിമ അവസാനിക്കുന്നതിൻ്റെ അവസാനത്തെ ഒരു 20-25 മിനിറ്റോളം ഒരു ഇമോഷണൽ ട്രാക്കിലൂടെയാണ് സിനിമ കടന്നു പോകുന്നത്. അപ്പോൾ അവിടെ ശരിക്കും ഒരു പക്ഷേ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. കാരണം അതെന്ന് വെച്ചാൽ വേറൊരു തലത്തിലേക്കാണ് സിനിമ പിന്നെ പോകുന്നത്. അവസാനത്തെ പാട്ട് എഴുതുമ്പോൾ AR റഹ്മാനാണ് സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്, BGM ചെയ്തിരിക്കുന്നത്. അദ്ദേഹം തന്നെയാണ് ഒരു പാട്ട് പാടിയിരിക്കുന്നത് ഈ സിനിമയ്ക്കകത്ത്. AR റഹ്മാൻ്റെ BGM നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സിനിമയുടെ ആദ്യ പകുതിയിൽ അത്രത്തോളം എനിക്ക് ഫീൽ ചെയ്തില്ലെങ്കിലും രണ്ടാം പകുതിയിൽ അദ്ദേഹത്തിൻ്റെ BGM നല്ല രീതിയിൽ സിനിമയിൽ വർക്കായിട്ടുണ്ട്. പിന്നെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത് വിക്കി കൗശൽ, സംഭാജിയുടെ ക്യാരക്ടറും പിന്നെ അതുപോലെ തന്നെ രശ്മിക മന്ദാന വരുന്നുണ്ട്. പുള്ളിക്കാരത്തി വലിയ നല്ല രീതിയിൽ തന്നൊരു മെച്ചുവേർഡ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് തന്നെയാണ് ഈ സിനിമയ്ക്കകത്ത് അവർ കാഴ്ചവെച്ചിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പിന്നീട് അക്ഷയ് ഖന്ന, പിന്നെ അങ്ങനെ കുറച്ച് പേരുണ്ട്. പക്ഷേ ഇതൊന്നും എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വിഷ്വൽ ട്രീറ്റ് തരാൻ ഇപ്പോൾ നമ്മൾ രാജമൗലിയുടെ സിനിമ എന്താണോ എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ വലിയൊരു ഗ്രാൻഡ് ബഡ്ജറ്റിൽ വലിയൊരു ലാവിഷ് ആയിട്ടുള്ള സെറ്റുകളിൽ കാണുന്ന അങ്ങനത്തെ ഒന്നുമില്ല. വെറും പ്ലെയിനായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്ന ഒരു തിയേറ്റർ മസ്റ്റ് വാച്ച് ആയിട്ട് എനിക്ക് തോന്നിയില്ല. മൂവി very nice. Amazing. Acting Acting is also very nice. Okay.